ഇതിപ്പോൾ ഒരു വലിയ പൈനാപ്പിളാണ്. തൊലി കളഞ്ഞിങ്ങനെ ചെറിയ കഷ്ണങ്ങളാക്കി നുറുക്കിയിട്ടുണ്ട്. കുക്കറിൽ വേവിച്ചെടുക്കാം. 1/2 ടീസ്പൂൺ മുളക് പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഇതിലേക്ക് വേണ്ടത്ര മാത്രം ഉപ്പ്, കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് വേവിക്കാം. പൈനാപ്പിൾ വേവണ സമയം കൊണ്ട് നാളികേരം അരച്ചെടുക്കാം. 1/2 ടീസ്പൂൺ കടുക് ഇടാം, 1/2 ടീസ്പൂൺ ജീരകം, പിന്നെ 2 പച്ചമുളക്. ഇനി അരച്ചെടുക്കണം. ഇപ്പൊ നല്ലോണം ചതച്ച പോലെ ആയിട്ടുണ്ട്. ഇനി വെള്ളം ഒരു 1/2 ഗ്ലാസ് ചേർത്തിട്ട് പേസ്റ്റ് പോലെ അരയ്ക്കാം. ഇപ്പൊ നാളികേരവും കടുകും ജീരകവും പച്ചമുളകും നല്ലോണം അരച്ചു. 3 വിസിൽ കേട്ട് ഓഫ് ചെയ്ത് വെച്ചതാണ് കുക്കർ. ഇതിലേക്ക് ആദ്യം കുറച്ച് ശർക്കര ചേർക്കാം. 2-3 മിനിറ്റ് തിളച്ചിട്ട് ശർക്കര പൈനാപ്പിൾ കഷ്ണങ്ങളിലേക്ക് യോജിച്ച് കിട്ടണം. ഇപ്പൊ നല്ലോണം തിളച്ചിട്ടുണ്ട്. മീഡിയം ഫ്ലെയിമിലാണ് വെച്ചേക്കണേ. ഇനി അരച്ചു വെച്ച നാളികേരം ചേർത്തിട്ട് ഇളക്കാം. ഇനി കൂട്ടാനിലേക്ക് വേണ്ട ഉപ്പിടാം. ഒന്ന് ഇളക്കാം. 2-3 മിനിറ്റ് തിളച്ചിട്ടുണ്ട്. ഇപ്പോൾ ഇടയ്ക്ക് ഇങ്ങനെ ഇളക്കി കൊടുക്കണം. ഇനി സിമ്മിലാക്കിയിട്ട് 1 കപ്പ് തൈര് ഒഴിക്കാം. തിളക്കേണ്ട കാര്യമില്ല. ഇനി സ്റ്റവ് ഓഫ് ചെയ്യാം. വറുത്തിടാൻ 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കാം. 1/2 ടീസ്പൂൺ കടുക്, 2 തണ്ട് കറിവേപ്പില, 4 ചുവന്ന മുളക്. ഇത് പച്ചടിയുടെ മുകളിൽ ഒഴിക്കാം. അങ്ങനെ പൈനാപ്പിൾ പച്ചടി ആയിട്ടുണ്ട്.